മെസ്സിക്ക് കപ്പുണ്ടോ? കേരള പോലീസ് വരെ ട്രോളി. പ്യൂർ ഫസ്ട്രേഷൻ. അത്ര ഞാൻ പേഴ്സണലി അങ്ങനെ കാണുള്ളൂ. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ലാസ്റ്റ് സ്പാനിഷ് ചെയ്തൊരു വീഡിയോക്ക് മെസ്സിയുടെ റിപ്ലൈ വന്നു. സാല അപ്പീൽ ചെയ്യണില്ല, അവരെ കോച്ച് അപ്പീൽ. പിന്നെ ആർക്കാണ് വിഷമം? ഞങ്ങളുടെ ജനറേഷൻ മെസ്സി കപ്പ് വെക്കണം കണ്ട ആൾക്കാരാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഫിഫനെ അല്ല, അവർക്ക് ടാർഗറ്റ് ചെയ്യുന്നത് മെസ്സിനെയാണ്, മെസ്സിയുടെ അച്ചീവ്മെന്റ്സിനെയാണ്. അവരെന്നെ മിണ്ടാട്ടം മുട്ടിച്ചേരുന്നത് നിന്റെ മെസ്സി കപ്പുണ്ടാ, കപ്പുള്ളവർ മാത്രം സംസാരിച്ചാൽ ഇറങ്ങിപ്പോ. നീ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകുന്ന ചോദിച്ചു. അപ്പൊ അതേ വന്ന് കമന്റ് ഇട്ടിട്ട് ഒരു 3/4 മണിക്കൂർ ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാനും വൈഫൊക്കെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ആയിരുന്നു. അത്രയും ഇമോഷണലാണ്, അത്രയും ഇഷ്ടത്തോട് ചെയ്ത സംഭവമാണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റിൽ മെസ്സി റിപ്ലൈ ആക്കാണ്. ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ കളിക്കളം എന്ന ടർഫിലാണ്. വലിയൊരു മത്സരം നടക്കാൻ പോകുന്നു, വലിയൊരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഫുട്ബോൾ വേൾഡ് കപ്പ് എഡിഷനാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കാണുന്നുണ്ട് കേരള സൂപ്പർ ലീഗാണ് അതിൻ്റെ സ്പോൺസേഴ്സ്. മറ്റൊന്നുമല്ല, തൂഫാൻ. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ലഹരിക്കെതിരായ പോരാട്ടം. അതിലേക്ക് നമ്മുടെ മലയാളികളെ ആകെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടീമുകളാണ് 4 ടീമുകളായി തിരിഞ്ഞ് അവരെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ, ഒപ്പം പോർച്ചുഗൽ. ഓരോ ഇൻഫ്ലുവൻസേഴ്സും നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. അവരിൽ ഓരോരുത്തരിലേക്കും നമുക്ക് പോകാം. ആദ്യം എത്തുന്നത് മറ്റാരുമല്ല, മെസ്സിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള മലയാളി എന്ന് പറയുന്ന യാദിൽ എന്ന് പറയുന്ന യുവാവിലേക്കാണ് നമ്മൾ യാത്ര. യാദിലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഒപ്പം സീക്രട്ട് ഏജന്റ് ഉണ്ട് നമുക്കിപ്പം. ഫുട്ബോളിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒരു ലോകകപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ. യാദിലിനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ആർക്കും. യാദിലിൻ്റെ ആ സ്വപ്ന മുഹൂർത്തം അത് ഒന്ന് വിശദമാക്കാമോ? പേര് മാറ്റി. ഇപ്പം എന്താണ് പേര്? ഒന്നുമില്ല, നമ്മുടെ പ്രൊഫൈലിൽ മെസ്സിയുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ബർത്ത്ഡേ വിഷിൻ്റെ വീഡിയോക്ക് ഒരു ഗ്രാസിയസ് യാദിൽ, താങ്ക് യു യാദിൽ എന്നുള്ളൊരു കമൻറ്റ് വന്നു. അത് സന്തോഷം. തീർച്ചയായിട്ടും അതിലേക്കുള്ള യാത്ര വലിയ യാത്രയായിരുന്നു, നമുക്കറിയാം. അത് ഒരു എത്ര വർഷം എടുത്തു? 2021 എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം 5 വർഷം മുമ്പാണ് കോപ്പ അമേരിക്ക അതിനെ അടിക്കുന്നത്. അതുവരെയും മെസ്സിക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രോഫി ഇല്ലായിരുന്നു. എല്ലാവരും ഓപ്പോസിറ്റുള്ള ഫാൻസും എല്ലാവരും മെസ്സിക്ക് ട്രോഫി ഇല്ലാണ്ട് മെസ്സി ഒരിക്കലും പൂർണ്ണനാവില്ല എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിൽ നമ്മൾ ആ സമയത്തൊക്കെ ഭയങ്കര സ്പോർട്സ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ മെസ്സിയുടെ പേരിൽ നമ്മൾ കളിയാക്കിയിരുന്നത്. പിന്നെ നമുക്കൊരു മന്തിക്കട ഉള്ളതുകൊണ്ട് നിൻ്റെ മെസ്സി കപ്പടിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഫേവറേറ്റ് ടീമിൻ്റെ ജേഴ്സി ഇട്ടിട്ട് ഞങ്ങൾ മന്തി കഴിക്കുന്നുള്ള മൂവ്മെൻറ്റിൽ ഞാൻ പറയായിരുന്നു ഇപ്രാവശ്യം അർജന്റീന കപ്പടിക്കും, ഞാൻ അർജന്റീന ജേഴ്സിട്ട് വരുന്ന ആൾക്കാർക്ക് മന്തി കൊടുക്കും. ആ ഒരു സംഭവം വൈറലാവുകയും പിന്നെ ആ ഒരു മുറാല് വൈറലാവുകയും ചെയ്തു. പിന്നെ നമുക്കൊരു ആഗ്രഹം, അത് മെസ്സി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് 5 വർഷം മെസ്സി ഫോളോ ചെയ്യണം, എല്ലാവർക്കും മെസ്സേജ് അയച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ലാസ്റ്റ് സ്പാനിഷ് ചെയ്തൊരു വീഡിയോക്ക് മെസ്സിയുടെ റിപ്ലൈ വന്നു. സീക്രട്ട് ഏജൻറ്റിനോട് ചോദിക്കാം. സീക്രട്ട് അല്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. ഇത് വലിയൊരു ആഗ്രഹ സഫലീകരണമാണ്. അത് ഒരു ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്. എങ്ങനെയാണ് യാത്രകളിപ്പോൾ ലോകകപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി എവിടേക്ക് എത്തി നിൽക്കുന്നു നമ്മുടെ യാത്ര? ഞാനങ്ങനെ വലിയൊരു ഫുട്ബോൾ ഫാനല്ല, ബട്ട് കുറേ വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിനെ ഫോളോ ചെയ്യുന്ന ഒരു ഹാർഡ് കോർ ഫാനാണ്. സോ ഇംഗ്ലണ്ട് ടീം, ഇംഗ്ലണ്ട് സെമിയിലുണ്ട്, അർജന്റീനൻ്റെ ഒപ്പം. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഫോമിൽ കളിക്കുന്ന പ്ലേയേഴ്സുള്ള 3 രാജ്യമാണ്. പോർച്ചുഗൽ ഉണ്ടായിരുന്നു, പോർച്ചുഗൽ അൺഫോർച്യുനേറ്റ്ലി ഔട്ടായി പോയി. കറൻ്റ്ലി സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടഫ് ടീമാണ്. അവരായിട്ട് നമുക്ക് ഇനി കളി വരാനുള്ളത്. അവരത്രയും പേസ് ഉള്ള പ്ലേയേഴ്സോ അല്ലെങ്കിൽ അത്രയും ഇൻഫോമുള്ള പ്ലേയേഴ്സോ അത്രയും വലിയ ലീഗിൽ കളിക്കുന്ന ടോപ്പ് പ്ലേയേഴ്സ് അധികം ഇല്ല. ഉണ്ട്, 2 പേരുണ്ട്, മാക്കലിസ്റ്ററും ആൻസോ ഫെർണാണ്ടസും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ടീം ഒരു ഫാമിലിയായിട്ട് കളിക്കുന്നത്. നമുക്കൊരു പോരാട്ട വീരുണ്ട്, നമ്മൾ അത്രയോടൊന്നും തോറ്റു കൊടുക്കില്ല. അത് ഏത് ഇംഗ്ലണ്ടിനായിട്ടായാലും. ഈ ഇംഗ്ലണ്ടിനെ വലിയ നേട്ടങ്ങൾ അങ്ങനെ പറയാനില്ലല്ലോ സമീപകാലത്തെന്ന് പറയുന്നത്. പക്ഷേ അവർ യൂറോ കപ്പിൻ്റെ ഫൈനലിലേക്കൊക്കെ വരുന്നു, തോറ്റുപോകുന്നു. എങ്കിലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. അതായത് ലോകകപ്പിൻ്റെ സെമി കളിക്കാൻ പോവുകയാണ്. 2018 ഒരു സെമി കളിച്ചു. ഒറ്റ കിരീടമേ ആഗ്രഹിക്കാനുള്ളൂ. ഷെൽഫിലുള്ള മറ്റൊരു 3 മറ്റൊരു 5 ഉണ്ട്. അല്ല, നമുക്ക് ഇപ്പം കിട്ടിയാലും മതി. കുറേ കാലമായി. സ്കോഡില്ലാത്തൊരു ടീം, ആ ടീമിനെ വെച്ചിട്ട് വേണമെങ്കിൽ കപ്പടിക്കാനുള്ള ടീം ഇംഗ്ലണ്ട് പുറത്തിരിപ്പുണ്ട്. അപ്പൊ കോച്ച് ശരിക്കും വിഷയമുള്ള ഒരാളാണ്. ചറബറ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിനെ എടുക്കാണ്ട് അവരെ സ്കോഡിന് ആപ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മാത്രം എടുത്തേക്കണം. ഇപ്പൊ ഫിൽ ഫോഡൻ ഇല്ല, അതേപോലെ തന്നെ കോൾ പാമർ ഇല്ല. കോൾ പാമറൊക്കെ വേറെ ലെവൽ പ്ലെയറാണ്. അവരൊക്കെ എടുക്കാണ്ടിരിക്കണമെങ്കിൽ എനിക്കറിയില്ല, അത്രയും ആൾക്ക് വിഷയമുണ്ട്, കോച്ചിന് വിഷയമുണ്ട്. നല്ലൊരു കോച്ചാണ്. ഈ കണ്ടീഷൻസിൽ കളിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അവിടുത്തെ കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കോച്ചിന്റെ സെലക്ഷൻ കറക്റ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് പല ടീമുകൾക്കും അതൊരു തിരിച്ചടിയായിട്ട് കരുതും. തിരിച്ചടിയുണ്ട്. പക്ഷേ അമേരിക്കയിലെ ചൂട്, അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പത്തിൽ അമേരിക്ക വളരെ തണുപ്പുള്ള രാജ്യം, സുഖകരമായ രാജ്യം എന്നൊക്കെയാണ്. പക്ഷേ അവിടെ 39 ഒക്കെ ചൂട് വരുന്നത്ര. അങ്ങനത്തെ ആ ഒരു സെലക്ഷൻ എനിക്ക് തോന്നുന്നത് അവർ കുറച്ചും കൂടി സ്റ്റാമിന ബേസ്ഡ് സെലക്ഷൻ ആണ് പ്രാവശ്യം നടത്തുന്നത്. ഓൾറെഡി മെസ്സി മിയാമിയിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്കയിലത്തെ ക്ലൈമറ്റും പരിപാടിയായിട്ട് അവർ യൂസ്ഡ് ആണ്.
സ്റ്റിൽ പിന്നെ എല്ലാവരും ഒരു ലക്കാണ്. ഒരു 80 മിനിറ്റ് കഴിയുമ്പോൾ എത്രത്തോളം ടീമുകളെ പ്രഷർ അവരതിന് എത്ര ജീവിക്കണോ അതനുസരിച്ച് വിന്നറായിട്ടുണ്ടാവുക എന്നേ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തായാലും ഈ സെമിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അർജന്റീനയ്ക്ക് വേണ്ടി ആദിലുണ്ട്, ഇപ്പുറത്തെ സീക്രട്ട് ഏജൻ്റ് ഉണ്ട്, ഇംഗ്ലണ്ടിന് വേണ്ടി സംസാരിക്കാൻ. സെമിയിലേക്ക് പോവുകയാണ്. കൃത്യമായിട്ടുള്ള മത്സരം, ആർക്ക് കൃത്യമായിട്ടുള്ള എഡ്ജ്. ഒരു പക്ഷേ ഈ സെമിക്ക് മുമ്പുള്ള ക്വാർട്ടറിൻ്റെ കളി വെച്ച് പറയുകയാണെങ്കിൽ നല്ല കളി കളിച്ചത് ഇംഗ്ലണ്ടാണ് എന്നൊരു ഒരു വിശ്വാസം, ഒരു പൊതുവെയുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം അവർ ഫൈറ്റ് ചെയ്തു. അതേസമയം അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ഒരു വിന്നിംഗ് ടീമിന് പറ്റിയൊരു പെർഫോമൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഉൾക്കൊള്ളുന്നുണ്ടോ? അതായത് കഴിഞ്ഞ വർഷത്തെ 2022 ഫ്രാൻസിനെ തോപ്പിച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇതുവരെയായിട്ട് വന്ന ഒപ്പോണൻസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ശരിക്കും പോർച്ചുഗൽ ആ ഗ്രൂപ്പിൽ ചാമ്പ്യൻസ് ആയിട്ട് വരികയാണെങ്കിൽ ക്വാർട്ടറിൽ നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ രണ്ടാമതാവുകയും അവരപ്പുറത്തെ പൂളിലേക്ക് പോയതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഒപ്പോണൻറ്റ് കിട്ടാഞ്ഞത്. ഇതുവരെ വന്ന ഒപ്പോണൻസിൽ ക്യാപ്പ് അവിടുത്തെ നല്ല കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായി. അതേപോലെ തന്നെ ലാസ്റ്റ് കളി പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയ പെർഫോമൻസ് അല്ല. സ്റ്റിൽ കോച്ചിൽ, നമ്മുടെ കോച്ച് സ്കലോണിയിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ആള് അത്രയും ടീമിനൊരു ഫാമിലി പോലെ ബിൽഡ് ചെയ്യാൻ, അർജന്റീന ഒന്നുമില്ലാത്ത നിൽക്കുന്ന സമയത്ത് മെസ്സി വിരമിക്കാൻ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു വിഷയമുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഒറ്റയാൾ വിശ്വസിക്കുകയാണ്. പക്ഷേ ആ ആൾക്ക് വേണ്ടി ആ ടീം കളിക്കുന്നത് കൂടി നമ്മൾ ഓർക്കണം. സച്ചിന് വേണ്ടി ഒന്നടങ്കം വിരാട് കോഹ്ലി, യുവരാജൊക്കെ കളിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കിരീടത്തിന് വേണ്ടി പക്കത്തെത്തിയേക്കാണ്. എത്രമാത്രം വെല്ലുവിളി നിങ്ങൾ കൊടുക്കും? നമ്മൾ ടഫായിരിക്കും. കാരണം ഇപ്പോൾ അർജന്റീനൻ ഫാൻസ് തന്നെ പറയും അവർക്ക് ഇതിന് മുന്നുള്ള മാച്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഓപ്പോണൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഓക്കെ ആണ്. പക്ഷേ ഇംഗ്ലണ്ട് വരുമ്പോഴത്തേക്ക് കളി മാറും. കാരണം ഇംഗ്ലണ്ട് വന്നൊരു ആ ഒരു സ്ട്രീക്ക് തന്നെ നോക്കിയാൽ മതി. ഈ വേൾഡ് കപ്പിൽ എല്ലാം ടഫ് കോമ്പറ്റീഷൻസ് ആയിരുന്നു. സർവൈവ് ചെയ്തതും ലൈക്ക് ലാസ്റ്റ് മിനിറ്റ്സിൽ ഇപ്പോൾ കുറച്ച് 1-2 മാച്ച് മാത്രമേ ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൺവിൻസിങ് ആയിട്ട് തന്നെയാണ് ജയിച്ച് വന്നിട്ടുള്ളത്. സോ ടഫായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഫുട്ബോളിനപ്പുറത്തേക്ക് അർജന്റീനയുടെ കഥ പറയുമ്പോഴേ അർജന്റീനയുടെ മത്സരങ്ങളൊക്കെ അർജന്റീന ജയിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങളാണ്. അതായത് റെഫറി അനുകരിക്കുന്നു, ഫിഫ ഒപ്പം ഒത്തു കളിക്കുന്നു, വലിയ രീതിയിലുള്ള എതിരാളികളില്ലത്രേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? ഞാൻ എന്താ പറയുക അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോൾ സാല രണ്ട് ഫ്രീ കിക്ക് അല്ലെങ്കിൽ 2 ഗോൾ വിവാദം ഉണ്ടായിരുന്നു. അതിനകത്ത് ഫൗള് ആയിട്ട് എല്ലാവരും പറയുന്നത് സാലയാണ്. സാല അപ്പീൽ ചെയ്യണില്ല, അവരെ കോച്ച് അപ്പീൽ. പിന്നെ ആർക്കനോട് വിഷമം, അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. വിഷമം കുറച്ച് ഞാൻ പറയില്ല, ആരും വേദനിപ്പിക്കല്ല. കാരണം അത്രയും സന്തോഷത്തിലാണുള്ളത്. അത്രയും യൂണിവേഴ്സ് ഞങ്ങളുടെ അർജന്റീന ഫാൻസിൻ്റെ ഒപ്പം നിന്ന ഒരു മൂവ്മെൻറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ വേദന, കപ്പിട്ടതിൻ്റെ വേദന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആരും വേദനിപ്പിക്കാണ്ട് ആഗ്രഹിക്കില്ല. പക്ഷേ കപ്പിടാതെ ഫസ്ട്രേഷൻ തീർക്കരുത്. വിവാദങ്ങളെ സംബന്ധിച്ച് സീക്രട്ട് ഏജന്റിനെ കുറച്ചുകൂടി പറയാൻ പറ്റും. കാരണം അത്രമാത്രം വിമർശനങ്ങളൊക്കെ ലൈഫിൽ ഏറ്റുവാങ്ങിയിട്ട് അതിനെ അതിജീവിച്ചൊക്കെ വന്ന ഒരാളാണല്ലോ. അപ്പോൾ വിവാദങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വിവാദങ്ങളെ അത് എൻ്റെ വഴിക്കും കൂടുകയാണ്. അതെപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മേജർ ഇപ്പോൾ ക്രിക്കറ്റിനാണെങ്കിലും ഏത് സ്പോർട്ട് എടുത്ത് നോക്കിയാലും ഞാൻ ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റ് ലൈഫിലായ പോലത്തുള്ള കാര്യം അല്ല. എവിടെയാണ് വിമർശനങ്ങൾ വരും, പക്ഷെ അതിനെ നമ്മൾ ആ രീതിയിൽ നേരിടണം. അല്ലാതെ വിമർശനങ്ങളെ പിന്നാലെ ഓടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ നമ്മൾ എവിടെ എത്താൻ പോകില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജു. ക്രിക്കറ്റിൽ നമ്മളെ മലയാളി താരം സഞ്ജു സാംസൺ എത്ര വിമർശനമായിരുന്നു. ലാസ്റ്റ് വേൾഡ് കപ്പ് കൊടുന്നത് തന്നെ സഞ്ജുവാണ്. അത്രേ ഉള്ളൂ. ഒരു പ്ലെയർ. മെസ്സി കപ്പില്ല, ഇന്റർനാഷണൽ കപ്പില്ല. മെസ്സിക്ക് കപ്പുണ്ടോ? ഒരു 2016 റൊണാൾഡോ കപ്പടിച്ച് യൂറോ കപ്പ് അടിച്ചതിന് ശേഷം ഒരു 5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് മെസ്സിക്ക് കപ്പിടുന്നത്. അന്ന് മെസ്സി ഫാൻസ് അനുഭവിച്ച ഒരു ട്രോമയും അല്ലെങ്കിൽ ക്ലബിന് വേണ്ടി അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മേടിക്കാൻ പറ്റാത്ത ഒരു പോരായ്മ തന്നെയാണ്. പക്ഷേ എല്ലാവരും മറന്നുകൊണ്ട് കാര്യമുണ്ട്, ആ പ്ലെയർ അതുവരെ 4 പ്രാവശ്യം ടീമിനെ ഫൈനൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെമിയിൽ 3 പ്രാവശ്യം മെസ്സി 6 വേൾഡ് കപ്പ് അടിച്ചപ്പോൾ 3 പ്രാവശ്യം മെസ്സി ടീമിനെ സെമിയിലെത്തിച്ച്, 2 പ്രാവശ്യം ഫൈനലെത്തിച്ച്. ഇതെല്ലാം ലെജൻഡ്. ഇതെല്ലാം ഒരു ടീമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? അതൊന്നും ആരും ഇപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാവരും മാക്സിമം അത് മറിക്കാൻ നോക്കണം. ഇപ്പോൾ എല്ലാവരും പറയണത് ഇപ്പോൾ റെഫറിക്ക് പൈസ കൊടുക്കണം, അങ്ങനെ പരിപാടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2014 ഞങ്ങൾ തോറ്റ് പുറത്താവണം, ജർമ്മനിക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണോ? ഇതൊക്കെ ഫോൾസ് അലിഗേഷൻ, പ്യൂർ ഫസ്ട്രേഷൻ. അത്ര ഞാൻ പേഴ്സണലി അങ്ങനെ കാണുള്ളൂ. ഒരു കാര്യമല്ല അല്ലേ? അങ്ങനെ പറയാനേ പറ്റൂ. കാരണം ഇന്നിപ്പോൾ ഇംഗ്ലണ്ടും നോർവേയും കളിയിൽ ഒരു ബോൾ മുകളിൽ പോയി വയറിന്റെ മുകളിൽ താഴെ വീണെന്ന് പറഞ്ഞിട്ട് അതെങ്ങാനും അർജന്റീന കാരണം സെയിം ബോൾ അർജന്റീന ഗോൾ അടിച്ചെങ്കിലോ എൻ്റെ പൊന്നോ, ഇത് ആർക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. കേരള പോലീസ് വരെ ട്രോളി. കേരള പോലീസ് വിവാദപ്പെട്ടു, മെസ്സിയെ ഒന്ന് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി വരെ വന്നിരിക്കുന്നു. ഒരു 10 പേര് 10 നോണ പറഞ്ഞു വെച്ചിട്ട് ആ നോണനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോണ സ്റ്റിൽ നോണല്ലാണ്ട് ആവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കേരള പോലീസ് ട്രോൾ ചെയ്യാലും ആര് ട്രോൾ ചെയ്യാലും അർജന്റീന കളിച്ചോണ്ടാണ് അർജന്റീന ജയിക്കുന്നത് അല്ലേ? ഈ സെയിം വയറിൻ്റെ ക്യാമറയിൽ ബോൾ ടെസ്റ്റ് ഇൻസിഡൻറ്റ്, നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ഗെയിമിലത്തെ ഇൻസിഡൻറ്റ് അർജന്റീന കളിയിൽ ഉണ്ടാവുന്നത് അർജന്റീനക്ക് അങ്ങനത്തെ ഗോൾ ഇട്ടുന്നേക്ക് എന്ത് ചെയ്യും സോഷ്യൽ മീഡിയ ഫുള്ള്. ഇപ്പോൾ ആർക്കും ഒരു വിഷമില്ല. ദാറ്റ് മീൻസ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഫിഫനെ അല്ല, അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് മെസ്സിനെയാണ്, മെസ്സിയുടെ അച്ചീവ്മെൻറ്റ്സിനെയാണ്.
ഓക്കെ, കളി ഒന്ന് മാറ്റി വെച്ചാലേ ഇനിയിപ്പോൾ നമ്മുടെ ലൈഫിൽ അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്? ഇങ്ങനെ പോവും, സോഷ്യൽ മീഡിയ ആയിട്ട് പോവും. ആസ് എ വ്ളോഗർ എങ്ങനെയാണ് ലൈഫിൽ അച്ചീവ് ചെയ്യുന്നത്? ഇത്ര ആഗ്രഹിക്കാനുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരു വ്ളോഗർ ആകണമെന്നൊക്കെ കരുതുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു ഉപദേശം, ഒരു അഡ്വൈസ്. ഇല്ല, നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. കണ്ടിന്യൂറ്റി ഭയങ്കരമാണ്. ബ്രേക്ക് വരാൻ പാടില്ല. എവിടെയും നമ്മൾ അയ്യോ ആയില്ല, വ്യൂ വന്നില്ല എന്ന് പറഞ്ഞാൽ തളർന്നു പോയിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, വരാനുള്ളത് വരും. കുഴപ്പമൊന്നുമില്ല. അപ്പം സിനിമാ മോഹങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. നമ്മുടെ ഈ ഫെയിം എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്? അല്ല, ഇത് തന്നെ വ്ളോഗിങ് മാത്രമാണ്. ഇതിനും വലുത് ഇനിയൊന്നും കിട്ടാമല്ലോ. ഒരാൾക്ക് ആവശ്യം റെക്കഗ്നീഷനാണ്. അതിപ്പോൾ ഗുഡ് ഓർ ബാഡ്, 10 പേര് അറിയുന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഐ ആം ഹാപ്പി വിത്ത്. അപ്പോൾ ഹാപ്പിയാണ്. സീക്രട്ട് ഏജന്റ് പരസ്യമാക്കി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്, അതായത് ഒരുവിധമൊക്കെ നേടിക്കഴിഞ്ഞ് ഇനി ഫൈറ്റ് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ യാതിലിനോട് കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. യാതിലെ നമുക്ക് ഈ യാത്ര എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാം. നമ്മൾ ഫുട്ബോൾ യാത്രയിലായിപ്പോയി. ജീവിതത്തിൻ്റെ ആ യാത്ര എങ്ങനെയായിരുന്നു? അതായത് വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ യാതിൽ, ഗ്രേസിയസ് യാതിൽ അല്ലേ? അപ്പോൾ നമ്മളൊരു വ്യാപാരിയായിട്ട് തുടങ്ങുന്നു, മന്തിയിലേക്ക് വരുന്നു, പക്ഷേ മനസ്സിലെപ്പോഴും മെസ്സിയായിരുന്നു. അത് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പണ്ടോട്ട് ഞാൻ ഷോർട്ട് പുട്ട് ഡിസ്കസ് ഹാമർ ത്രോ ചെയ്യാറ്. ഞാൻ ബേസിക്കലി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് ഇഷ്ടമുണ്ട്. ഒരു ടൈമിൽ എപ്പോഴാണെന്ന് അറിയില്ല, ഈ നെയ്മർ, മെസ്സി, സുവാർസ് കളിക്കുന്ന ടൈമിൽ, ബാർസലോണ കളിക്കുന്ന ടൈമിൽ ഇവർ കളിച്ചിരുന്നത് ഭയങ്കര അൺസെൽഫിഷ് ആയിട്ടുള്ള ഫുട്ബോളാണ്. അതായത് പോസ്റ്റിന് മുമ്പിൽ നിന്ന് വരെ മെസ്സി നെയ്മർക്ക് ബോൾ കൊടുക്കുന്നു, സുവാർസ് മെസ്സിക്ക് ബോൾ കൊടുക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഡെക്കേഡിലത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സാണ് റൊണാൾഡോ, മെസ്സിയും. അവർ കളിക്കുന്ന സമയത്ത് മെസ്സി, റൊണാൾഡോ അല്ലാത്ത ഒരു പ്ലെയർ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുണ്ട്. അത് അവരുടെ പ്രൈം ടൈമിൽ കേട്ടോ. അത് സുവാർസാണ്. അത് മെസ്സിയുടെ ടീമിൽ കളിക്കുന്ന ഒരാളാണ്. അത്രയും മെസ്സി സെൽഫ്ലെസ് ആയിട്ട് സ്വന്തം ടീമിൽ കളിക്കുന്ന ആൾക്കാർക്ക് ബോൾ കൊടുക്കുകയും, എനിക്ക് അങ്ങനത്തെ ടീം പ്ലേയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും സെൽഫായിട്ട് അത്രയും ടീമിലത്തെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അത് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് ഇന്നത്തെ ഭയങ്കര ഇഷ്ടമായത്. സ്റ്റിൽ ആ സമയത്തും മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴും അത് അടിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നാട്ടിൻപുറത്തെ ഗ്രൂപ്പുകളിൽ, ഫുട്ബോൾ ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് ഭയങ്കര ട്രോളും ഇൻസൾട്ടും, പിന്നെ IPL ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു. IPL ഗ്രൂപ്പുകളിൽ വരെ എന്നെ മിണ്ടാട്ടം മുടിച്ചിരുന്നത് ഞാൻ കൊൽക്കത്ത ഫാനായിരുന്നു. അപ്പോൾ ചെന്നൈനെയും മുംബൈനെയൊക്കെ കോഴാന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവരെന്നെ മിണ്ടാട്ടം മുടിച്ചിരുന്നത് നിൻ്റെ മെസ്സി കപ്പുണ്ടാകും, കപ്പുള്ളവർ മാത്രമേ സംസാരിച്ചാൽ ഇറങ്ങിപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയും പേഴ്സണലായിരുന്നു, ഇത് ഭയങ്കര പേഴ്സണലായിരുന്നു. പക്ഷേ മെസ്സി കപ്പടിച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അർജന്റീന ഫാൻസിനോളം വിഷമിച്ച ആൾക്കാരില്ല, ഞങ്ങളോളം സന്തോഷിക്കുന്ന ആൾക്കാരില്ല. ഇപ്പോൾ ലാസ്റ്റ് ഈജിപ്തിൻ്റെ കളിയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ശരിക്കും അർജന്റീന ഔട്ടായ പോലും അത്ര വലിയ ഫീൽ ആവാനില്ല. കാരണം ഞങ്ങളുടെ ജനറേഷൻ മെസ്സി കപ്പ് വെക്കണം കണ്ട ആൾക്കാരാണ്. ഇനി കിട്ടിയാൽ സന്തോഷം, ഞങ്ങൾ ഇനിയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഒരാളെ വേദനിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് തരുന്ന ഹൈ, ഇപ്പോൾ ഈജിപ്തിനായിട്ട് 79ാമത്തെ മിനിറ്റിൽ 2 ഗോൾ താഴ്ത്തുന്നിട്ട് 3 ഗോൾ അടിക്കുന്നത്, ഇത് കാണുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അവരുടെ ഉള്ളിൽ മെസ്സി പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് മെസ്സിയിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നുള്ളതാണ്. മെസ്സിയുടെ ശ്രദ്ധയിലേക്ക് യാതിൽ എങ്ങനെയാണ് എത്തിയത്? ഞാൻ ആക്ച്വലി ഈ 2021 വൈറലായതിനു ശേഷം ഞാൻ മെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ വാൾ കാണിക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ മെസ്സി ഇന്റർ മിയാമി കളിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായി. പിന്നെ ഒരുപാട് പേര് മെസ്സി ഫോളോ ചെയ്യണ 360 പേർക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ ഇന്റർ മിയാമി പോയപ്പോൾ അവിടുത്തെ ക്ലബ് ഓഫീഷ്യൽസ് എന്നെ കണ്ട്. എന്നിട്ട് ചോദിച്ചു, നീ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകുന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മിയാമിയുടെ ക്ലബ് ഓഫീഷ്യൽസ് നമ്മളെ പേജ് കാണുകയും, അങ്ങനെ ഒരു സ്പൈഡർമാൻ ആ സമയത്ത് ടോം ഹോളണ്ട് ആ കളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ടോം ഹോളണ്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഹായ് കാണിക്കുകയും, അപ്പോൾ അത് ഇന്റർ മിയാമിയുടെ പേജിൽ പോസ്റ്റ് ചെയ്ത്, ആ പോസ്റ്റ് ചെയ്തതിൻ്റെ കമൻറ്റിൽ ഫുള്ള് മലയാളികൾ പോയിട്ട് യാതിൽ എന്നിട്ട് എൻ്റെ പേര് കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഇന്റർ മിയാമിയുടെ അക്കൗണ്ടിലത്തെ ഹാൻഡിൽ ടീം അത് കണ്ടിട്ട് തന്നെ ക്ലബിൽ ലൈക്ക് അവരത് മെസ്സിയുടെ ലോക്കർ റൂം കാണാനും സ്റ്റേഡിയം കാണാനും വിളിച്ച് പിന്നെ എൻ്റെ പേരിൽ ഇന്റർ മിയാമിയുടെ ജേഴ്സി തന്നു. അങ്ങനെ ഞാൻ അവരുടെ ബന്ധം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ നാട്ടിൽ മെസ്സിയുടെ പ്രതിമയും വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പ് അടിച്ച പ്രതിമയും 2021 കോപ്പ അമേരിക്ക അടിച്ചപ്പോൾ ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മെസ്സിനെ കാണിക്കാൻ വെച്ച്. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണ്ടായില്ല. അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് മെസ്സി എന്തെങ്കിലും കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രയും ഇഷ്ടത്തോട് ചെയ്ത സംഭവമാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റിൽ മെസ്സി റിപ്ലൈ ആക്കാണ്. അപ്പോൾ മെസ്സി നേരിട്ട് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലത്തെ എല്ലാ കളിയും അർജന്റീന കളി കണ്ടിട്ടുണ്ടായി. അതേപോലെ തന്നെ ഞാൻ ഇന്റർ മിയാമിയുടെ ഒരു സൗദിയിൽ 3 കളിയും പിന്നെ അമേരിക്കയിൽ പോയിട്ടൊരു കളി കണ്ടു. ഇനിയിപ്പം ബിസിനസ് അങ്ങോട്ട് വ്യാപിപ്പിക്കുന്ന ലക്ഷ്യം? ബിസിനസ്സിനേക്കാൾ നല്ലത് ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ഞാനൊരു 5 വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി. ഇപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സി കമന്റ് സാധനങ്ങൾ ഓപ്പൺ ആക്കി നോക്കും. കാരണം അത്രയും ഞാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് കമന്റ് ഇട്ടിട്ട് ഒരു 3/4 മണിക്കൂറിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനും വൈഫൊക്കെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ആയിരുന്നു, അത്രയും ഇമോഷണലാണ്. അപ്പോൾ എന്തായാലും ഉഷാറാണ് യാത്ര, ഗംഭീരമാകട്ടെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. മെസ്സിയെ നേരിട്ട് കാണാൻ കഴിയട്ടെ, ഒരു മന്തി കൊടുക്കാൻ കഴിയട്ടെ.